Hi friends, welcome to Mobile and Tricks. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ ശബ്ദം റെക്കോർഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് മെത്തേഡുകൾ ഉണ്ടെങ്കിൽ തന്നെയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പ്രോ സിംഗർ എന്ന പോലെ അല്ലെങ്കിൽ പ്രൊഫഷണൽ സിംഗർ എന്ന പോലെ ആ ഒരു എഫക്റ്റിൽ നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പാടാൻ സാധിക്കും. ആ ഒരു മെത്തഡാണ് ഞാൻ ആദ്യം കാണിച്ചു തരുന്നത്. രണ്ടാമതായിട്ട് കാണിച്ചു തരുന്നത് പ്രൊഫഷണൽ രീതിയിൽ വോയിസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്നാണ്. ഇത് രണ്ടും കിടിലൻ മെത്തേഡുകളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനലിലെ വീഡിയോകൾ കാണുന്നതെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് ഒരു നോട്ടിഫിക്കേഷൻ്റെ ബെൽ കൂടി കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ കിടിലൻ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് എബ്രഹാം. നമ്മൾ ഒന്നാമതായിട്ട് നോക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫഷണലായിട്ട് എങ്ങനെ പാട്ട് പാടാമെന്നാണ്. പ്രൊഫഷണലായിട്ട് പാട്ട് പാടുക എന്ന് പറയുമ്പോൾ സ്റ്റുഡിയോ സെറ്റപ്പിലൊക്കെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്ന അതേ ഒരു എഫക്റ്റിൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടും പാട്ട് പാടാൻ സാധിക്കും. അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ്റെ പേരാണ് ഈസെഡ് വോയിസ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷനിലുള്ള എല്ലാ ഫീച്ചറും ലോക്ക്ഡ് ആയിരിക്കും. ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കണം. ഈ ഒരു ആപ്ലിക്കേഷൻ അൺലോക്ക് ചെയ്യാനുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ലക്കി പാച്ചർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ കാണിക്കുന്ന എല്ലാ ലോക്കുകളും പോകുന്നതായിരിക്കും. അപ്പോൾ ലക്കി പാച്ചർ എന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പാച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പാച്ച് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ പാച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ആപ്ലിക്കേഷനിലുള്ള എല്ലാ ഫീച്ചേഴ്സും അൺലോക്ക് ആയി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫീച്ചറുകളൊന്നും തന്നെ ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡ് എങ്ങനെയാണ്? ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകുക. അതിനുശേഷം ഈസെഡ് വോയിസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ലോക്കായിട്ടായിരിക്കും കാണിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലക്കി പാച്ചർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ലക്കി പാച്ചർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈസെഡ് വോയിസ് എന്ന ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് പാച്ച് ചെയ്യാം. ആ പാച്ച് ചെയ്യാനുള്ള വീഡിയോ ആണ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, പാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു പാട്ട് പാടി എങ്ങനെ ഇരിക്കുമെന്നല്ല, ഞാൻ ഔട്ട്ഡോറിലാണ് ഇരിക്കുന്നത് എങ്കിൽ തന്നെയും ഒരു പാട്ട് പാടി ഞാൻ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ വേറെ മൈക്കും കാര്യങ്ങളൊന്നും തന്നെ കണക്ട് ചെയ്തിട്ടില്ല, വെറും എൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പാട്ട് പാടാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒരു പാട്ട് പാടിയിട്ട് സ്റ്റുഡിയോ എഫക്റ്റിൽ നിങ്ങളെ കാണിച്ചു തരികയാണ്. ഞാനിവിടെ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. The greatest love that anyone could ever know, that overcome the cross and grave to find my soul, until I see you face to face and grace amazing takes me home, trusting you I will live to love you, I will live to bring your praise, I will live, oh child in awe of you. ഓക്കെ, ഇപ്പം ഞാൻ ആ വോയിസ് റെക്കോർഡ് ചെയ്ത് പോസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴത്തെ REC റെക്കോർഡ് എന്നൊരു ബട്ടൺ കാണാം. അതിന് തൊട്ടിപ്പുറത്തായിട്ട് FX എന്നൊരു ബട്ടൺ കാണാം, FX. അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ട്യൂൺ, മോർഫ്, കൊയർ, EQ, ഫിൽട്ടർ, ലെവൽ, കോറസ്, ഡിലേ, റീവർബ് എന്നിങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത് രണ്ട് ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതോടുകൂടി തന്നെ നിങ്ങളുടെ ഇപ്പോൾ പാടിയ ആ ഒരു ലെവല് മാറി ശരിക്കും ഒരു പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾക്ക് ആ വോയിസ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഡിലേ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു എഫക്റ്റ് നിങ്ങൾ പാടിയ വോയിസിന് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ലെവൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴെ കാണുന്ന റെക്കോർഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സോങ് സേവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പേര് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ
ആ പാട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സേവ് എന്ന് കൊടുക്കുകയാണ്. സേവ് ചെയ്ത സോങ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് ഈ സോങ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ സേവ് ചെയ്ത സോങ് ഇവിടെ പ്ലേ ചെയ്യാണ്. The greatest love that anyone could ever know, that overcome the cross and grave to find my soul, until I see you face to face and grace amazing takes me home. Trusting you, I will live to love you. I will live to bring your praise. I will live, oh child in awe of you. ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, പക്ഷേ പാടിയപ്പോൾ കണ്ടില്ലേ, വളരെ നല്ല പ്രൊഫഷണൽ രീതിയിലാണ് നമുക്ക് ആ പാട്ട്, ഞാൻ പാടിയ പാട്ട് കേൾക്കാൻ സാധിക്കുന്നത്. അത്ര നല്ല എഫക്റ്റിൽ, നല്ല പ്യുവർ സൗണ്ടിലാണ് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ നല്ല പ്രൊഫഷണലായിട്ട് നമുക്ക് പാടാൻ സാധിക്കും. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഏകദേശം ഒരു 10,000 രൂപയുടെ ഒക്കെ മുകളിൽ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മൈക്കിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രൊഫഷണലായിട്ട് പാട്ട് പാടാവുന്നതാണ്. അതിനുശേഷം പാട്ട് പാടിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാട്സപ്പിലേക്കോ എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ആ സോങ് ഷെയർ ചെയ്യാനെല്ലാം സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകളെല്ലാം തന്നെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രൊഫഷണൽ രീതിയിൽ എങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യാമെന്നാണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ മൈക്കിൽ പ്രൊഫഷണൽ രീതിയിലൊക്കെ നമുക്ക് ശബ്ദം റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് ആ മൈക്കിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടാവും ആ ക്വാളിറ്റിയിൽ മാത്രമാണ് നമുക്ക് ശബ്ദം റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൊഫഷണലായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സ്മാർട്ട് ഫോണിൽ എക്സ്റ്റേണലായിട്ട് ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മൈക്കിൻ്റെ പേര് ബോയ M1 എന്നാണ്. അപ്പോൾ ഈ ഒരു മൈക്ക് നമുക്ക് ആമസോണിലെല്ലാം മേടിക്കാൻ കിട്ടും. വളരെ വിലക്കുറവിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കൂടിയ ഒരു മൈക്കാണ് ബോയ M1 എന്നുള്ളത്. ഏകദേശം 800 രൂപ കണ്ട് ഈ ഒരു മൈക്കിന് വില വരുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അത്യാവശ്യം പ്രൊഫഷണലായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും പല ആവശ്യങ്ങൾക്ക് നമുക്ക് പ്രൊഫഷണലായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യങ്ങളെല്ലാം വരാറുണ്ട്. അത്തരത്തിലുള്ള സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല പ്രൊഫഷണലായിട്ട് ശബ്ദം റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മൈക്ക് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ ഡിഫോൾട്ടായിട്ടുള്ള വോയിസ് റെക്കോർഡർ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ലഭിക്കത്തില്ല. അതിന് പകരമായിട്ട് നമുക്ക് വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ആപ്ലിക്കേഷനുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് റെക്ഫോർജ് 2 എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ വോയിസ് റെക്കോർഡർ എന്ന് പറയുന്ന വേറൊരു ആപ്ലിക്കേഷനുണ്ട്. ഈ 2 ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് റെക്ഫോർജ് 2 എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. റെക്ഫോർജ് 2 എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതിനുശേഷം മുകളിലായിട്ട് ഒരു മൈക്കിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ എഫക്റ്റ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ അക്കോസ്റ്റിക് എക്കോ ക്യാൻസലർ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ടിക്ക് ചെയ്യാം. അടുത്തായിട്ട് താഴെ റെക്കോർഡിംഗ് ടൈം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ടിക്ക് ചെയ്തുകൊണ്ട് നോ ടൈം ലിമിറ്റ് എന്ന് തന്നെ സെലക്ട് ചെയ്യുക. അത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. അടുത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3 ലൈൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓഡിയോ റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓഡിയോ ഫോർമാറ്റ് MP3 വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ MP3 എന്ന് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം മോണോ എന്നുള്ളത് മാറ്റി സ്റ്റീരിയോ എന്ന് കൊടുക്കുക. അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് വരാവുന്നതാണ്. അടുത്തായിട്ട് നിങ്ങൾ ഈ മൈക്കോടെ കണക്ട് ചെയ്യാം. അതിനുശേഷം താഴെ ഒരു ചുമന്ന റെക്കോർഡിങ്ങിൻ്റെ ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഹലോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ശബ്ദം റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം എൻ്റെ സ്മാർട്ട് ഫോണിൽ ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്ന ശബ്ദമാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. വളരെ നല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ശബ്ദം അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദം റെക്കോർഡ് ചെയ്യാവുന്നതാണ്. വെറും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ശബ്ദം റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് എഫക്റ്റ് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് ഒരു മൈക്ക് കണക്ട് ചെയ്ത് പ്രൊഫഷണലായിട്ട് എങ്ങനെ ശബ്ദം റെക്കോർഡ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ
ഈ ഒരു മെത്തേഡ് നിങ്ങളൊരു യൂട്യൂബർ ആണ് എന്നുണ്ടെങ്കിൽ യൂട്യൂബേഴ്സിനെല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നമ്മുടെ സ്മാർട്ട് ഫോണിൽ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്ത് എങ്ങനെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യാം, പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യാന്നെല്ലാം പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ 2 എഫക്റ്റുകളും അല്ലെങ്കിൽ 2 മെത്തേഡുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ തന്നെയായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാൻ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.